ആധുനിക പരിഷ്കാരങ്ങളും തിരക്കുകളും ഏറെയൊന്നും പടർന്നു കയറിയിട്ടില്ലാത്ത മണ്ണിൻ്റെ മക്കളുടെ നാടായ വയനാട്ടിലെ ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമിയാണ് തിരുനെല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രവും പിതൃതർപ്പണ കേന്ദ്രവുമായ തിരുനെല്ലി ക്ഷേത്രം വടക്കേ വയനാടിൻ്റെ സ്ഥിരാകേന്ദ്രമായ മാനന്തവാടിയിൽ നിന്നും 32 കിലോമീറ്റർ അകലെയാണ്. കുടകുനാടിനെയും മലനാടിനെയും വേർതിരിക്കുന്ന സഹ്യപർവ്വതത്തിന്റെ ഭാഗമായ ബ്രഹ്മഗിരി മലനിരയുടെ തണലിലാണ് ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നുമെല്ലാം അറിയപ്പെടുന്ന പ്രാചീന പുണ്യക്ഷേത്രമായ തിരുനെല്ലി സ്ഥിതി ചെയ്യുന്നത്. ഇന്നോളം ചരിത്ര പഠനങ്ങൾക്കും ശാസ്ത്ര തെളിവുകൾക്കുമൊന്നും ക്ഷേത്രത്തിന്റെ പഴക്കത്തെയും ചരിത്രത്തെയും വ്യക്തമായി നിർവചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഐതിഹ്യങ്ങളുടെ താളിയോലകളാണ് ഇന്ന് ക്ഷേത്രചരിത്രം നമ്മെ അറിയിക്കുന്നത്. പുരാണങ്ങളിൽ പോലും പ്രധാന സ്ഥാനമുള്ള ക്ഷേത്രമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന തിരുനെല്ലിയിലെ പ്രതിഷ്ഠ സ്ഥിതികർത്താവായ മഹാവിഷ്ണുവാണ്. ത്രിമൂർത്തികളിൽ ഒന്നാമനും സൃഷ്ടികർത്താവുമായ ബ്രഹ്മാവാണ് തിരുനെല്ലി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. ബ്രഹ്മാവിന്റെ പാദസ്പർശമേറ്റതിനാലാണ് ബ്രഹ്മഗിരിക്ക് ഈ പേര് ലഭിച്ചത്. ബ്രഹ്മാവ് യാഗം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഇന്നും ക്ഷേത്രത്തിനകത്ത് കാണാം. ബ്രഹ്മാവ് തപസ് ചെയ്ത് മഹാവിഷ്ണുവെ പ്രത്യക്ഷപ്പെടുത്തി പിതൃമോക്ഷത്തിനായി മഹാവിഷ്ണുവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. ബ്രഹ്മാവ് ദേശസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ വളരെ ഭംഗിയായ, അതായത് വളരെ നല്ലൊരു സ്ഥലം എന്ന നിലയിൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമായി ബോധ്യപ്പെടുകയും അങ്ങനെ ഈ കാണുന്ന ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഈ മലയിൽ ഇറങ്ങുകയും ചെയ്തു. ആ മലയിൽ ഇറങ്ങിയത് കൊണ്ടാണ് അതിന് ബ്രഹ്മഗിരി എന്ന പേര് തന്നെ വന്നത്. അവിടെ ഇറങ്ങി താഴോട്ടിറങ്ങി വന്ന് ഇവിടെ വെച്ച് തപസ് ചെയ്ത് മഹാവിഷ്ണുവെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. പാപനാശിനി ചെന്ന് കുളിച്ച് പിതൃക്കൾക്കായി കർമ്മം ചെയ്ത് ഇവിടെ വന്ന് മഹാവിഷ്ണുവെ തൊഴുത് വന്നിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പിതൃക്കൾക്കെല്ലാം, അവരെ തറവാട്ടിലെ മരിച്ചുപോയ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ആ പ്രത്യേകത. അതുപോലെ ബ്രഹ്മാവ് എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ഇവിടെ വന്ന് മഹാവിഷ്ണുവെ പൂജിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടി ഇവിടെയുണ്ട്. അതിനായി മേശാന്തി നടയടച്ചു കഴിഞ്ഞാൽ നിർമ്മാല്യങ്ങളൊക്കെ വാരി അവിടെ ബ്രഹ്മാവിനായി പൂജയ്ക്ക് ഒരുക്കി വെച്ചാണ് നടയടച്ച് പുറത്തിറങ്ങുന്നത്. അമലക ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന തിരുനെല്ലി ക്ഷേത്രം 16-ാം ശതകം വരെയും കേരളത്തിന്റെ സമ്പന്നമായ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എന്നതിന് ചരിത്രരേഖകൾ ഉണ്ട്. അന്ന് തിരുനെല്ലി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പട്ടണവും തിരുനെല്ലി ക്ഷേത്രം പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു. ശില്പഭംഗിയാർന്ന ക്ഷേത്രവും കല്ലുപാകിയ മുറ്റവും ശിലകളാൽ തീർത്ത ചുറ്റമ്പലവും ശില്പചാരുത നിറഞ്ഞു നിൽക്കുന്ന വാതിൽമാടവും കരിങ്കൽ പാത്തിയുമെല്ലാം ചരിത്രത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബലിക്കല്ല് ഒരു വശത്തേക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പിന്നിൽ കരുണ നിറഞ്ഞൊരു ഐതിഹ്യമുണ്ട്. ജാതി വ്യത്യാസം കൊടികുത്തിവാണ പഴയകാലത്ത് ക്ഷേത്ര ദർശനം നടത്തുവാനെത്തിയ വൃദ്ധനായ ആദിവാസിക്ക് ബലിക്കല്ല് മറഞ്ഞു നിൽക്കുന്നതിനാൽ വിഗ്രഹം കാണുവാൻ കഴിഞ്ഞില്ല. ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ബലിക്കല്ല് ഉടനെ നടക്കു നേരെ മുൻപിൽ നിന്നും അല്പം നീങ്ങി മാറി എന്നും കരുതപ്പെടുന്നു. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമായ തിരുനെല്ലി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം ബലിയിടൽ കൂടിയാണ്. അത് ഗയ മുതൽ തിരുനെല്ലി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗയാശില ഇവിടെ ഉണ്ടെന്നും ആ ഗയാശിലയിൽ ബലിയിടുന്നത് കൊണ്ട് ഗയാശ്രാദ്ധം തന്നെയാണ് തിരുനെല്ലി നടക്കുന്നതും എന്നുള്ളതും. ശ്രാദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗയാശ്രാദ്ധമാണ്. അത് തന്നെയാണ് ഗയയും തിരുനെല്ലിയും തുല്യമായതുകൊണ്ടാണ് ദക്ഷിണഗയ എന്ന പേരിലും കൂടെ, ദക്ഷിണകാശി എന്ന പേരിലും കൂടെ തിരുനെല്ലി ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പിതൃസ്മരണയ്ക്കായി തിരുനെല്ലിയിൽ പിണ്ഡം സമർപ്പിച്ചാൽ ഗയയിൽ വെച്ച് ശ്രാദ്ധം ചെയ്ത ഫലം കിട്ടുമെന്നും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്നുമാണ് വിശ്വാസം. വർഷം തോറും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ പിതൃതർപ്പണം ചെയ്യാനെത്തുന്നത്. ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിച്ച് വനത്തിനിടയിലൂടെ ഒഴുകിയെത്തുന്ന പാപനാശിനി മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യതീർത്ഥമാണ്. കാശിയിലെ പുണ്യനദിയായ ഗംഗാനദിയെ പോലെ തെക്കൻ കാശിയായ തിരുനെല്ലിയിലെ ഗംഗാനദിയായ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാവങ്ങളും തീരുമെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരേതാത്മാക്കൾ സ്വർഗം പ്രാപിക്കുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസം. ജന്മഗന്ധി മഹർഷി, പരശുരാമൻ, ശ്രീരാമൻ തുടങ്ങിയ ഐതിഹാസിക പുരുഷന്മാർ പാപനാശിനിയിൽ വന്ന് കർമ്മങ്ങൾ നടത്തിയതായാണ് ഐതിഹ്യം. ഇവിടെ നിന്നും പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വഴിയൊരുക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നു. പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് പിണ്ടപ്പാറയിൽ ഇരുന്ന് വിശ്വാസികൾ ബലിയർപ്പിക്കുന്നത്. പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു. മരിച്ചവർക്കായി പിണ്ടം വയ്ക്കുന്നത് പിണ്ടപ്പാറയിലാണ്.
ഈ പിണ്ടപ്പാറയെക്കുറിച്ചും പ്രസിദ്ധമായൊരു ഐതിഹ്യമുണ്ട്. പാഷണഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ശപിക്കുവാനിടയായി. അസുരന്റെ അപേക്ഷ മാനിച്ച് വിഷ്ണു അസുരനെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയ വരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നും ശിരസ് ഗയയിലും മധ്യഭാഗം ഗോദാവരിയിലും പാദം തിരുനെല്ലിയിലുമാണെന്നാണ് ഐതിഹ്യം. പ്രധാനപ്പെട്ട 4 വാവുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കർക്കിടകം, കുംഭം, തുലാവം, പിന്നെ വൈശാഖ മാസം. ഈ വാവുകൾക്ക് 10,000-കണക്കിന് ഭക്തജനങ്ങൾ ബലിയിടുന്നുണ്ട്. ബ്രഹ്മഗിരിയിലെ വരാഹതീർത്ഥത്തിൽ നിന്നും കരിങ്കൽ പാത്തികളിലൂടെയാണ് ക്ഷേത്രത്തിൽ വെള്ളമെത്തിക്കുന്നത്. വറ്റാത്ത നീരുറവുകളിൽ നിന്നും വെള്ളമെത്തിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിത കരിങ്കൽ പാത്തി ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന് പോലും ഒരത്ഭുതമാണ്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും തുടങ്ങി വെച്ച് അപൂർണമായ നിലയിൽ കാണുന്ന കരിങ്കല്ല് കൊണ്ട് നിർമ്മിതമായ വിളക്കുമാടം തീർത്ഥാടകരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. വളരെ ആസൂത്രിതവും ചിട്ടയോടും തുടങ്ങിയ ശില്പവേലയാണ് ഇത്. നാടുവാഴികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഇത് അപൂർണമായി പോകാൻ കാരണമായത് എന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പഞ്ചതീർത്ഥം പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷേത്രത്തോട് ചേർന്ന് 64 തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചതീർത്ഥം. മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശങ്ങൾ നൽകിയത് ഈ തീർത്ഥക്കുളത്തിലെ പാറയിൽ ഇരുന്നു കൊണ്ടാണ് എന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായി ഈ പാറയിൽ വിഷ്ണു ഭഗവാന്റെ തൃപ്പാദങ്ങളെയും ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ രൂപങ്ങളും കൊത്തിവെച്ചിരിക്കുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ സ്നാനം നടത്തിയതായി ഐതിഹ്യം ആഘോഷിക്കാറുള്ള പഞ്ചതീർത്ഥം നീരുറവുകളുടെ സ്വാഭാവിക ഗതിക്ക് തടസ്സം വന്നതിനാൽ ഇന്ന് ഉപയോഗശൂന്യമാണ്. പാപനാശിനിയുടെ അല്പമകലെയായി വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ശിലാക്ഷേത്രമാണ് ഗുണ്ടിക ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഗുഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവനാണ്. വലിയ പാറകൾ തുറന്നുണ്ടാക്കിയ ഈ ഗുഹാക്ഷേത്രത്തിന്റെ മുഖഭാഗത്ത് കൊത്തുവേലകൾ കാണാം. ഇവിടം സ്വയംഭൂവായ പരമശിവന്റെ വാസസ്ഥാനമായിരുന്നുവെന്നും ഇവിടെ നിന്നാണ് കൊട്ടിയൂരിൽ പോയി ദക്ഷൻ എന്ന അസുരനെ പരമശിവൻ വധിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാന്നിധ്യം തിരുനെല്ലിയിൽ ഉണ്ട് എന്ന വിശ്വാസത്തിന് ഗുണ്ടിക ക്ഷേത്രവും വഴിയൊരുക്കുന്നു. ഗുണ്ടിക ശിവക്ഷേത്രത്തിനടുത്തുള്ള വറ്റാത്ത ജലശേഖരം ഗുണ്ടിക തീർത്ഥം എന്നും അറിയപ്പെടുന്നു. തിരുനെല്ലി ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള മറ്റൊരു ക്ഷേത്രമാണ് തൃശ്ശിലേരി ശിവക്ഷേത്രം. ഈ അമ്പലത്തിന്റെയും കാലപ്പഴക്കം ഇതുവരെ നിർണയിക്കപ്പെട്ടിട്ടില്ല. തിരുനെല്ലിയിലെ പാവനാശിനിയിൽ പിതൃകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുത് നെയ്വിളക്കും മാലയും വഴിപാടും നടത്തണം എന്നത് ആചാരമാണ്. പാപനാശിനിയിൽ ചെയ്യുന്ന പിതൃകർമ്മം തൃശ്ശിലേരിയിലെ മഹാദേവന്റെ തൃപ്പാദത്തിലാണ് പതിയുന്നത് എന്ന വിശ്വാസമാണ് ഈ ആചാരത്തിന്റെ അടിസ്ഥാനം. പാപനാശിനിയിലെ പിതൃക്രിയകൾ ചെയ്യുമ്പോൾ വിളക്ക് വയ്ക്കാറില്ല, പകരം തൃശ്ശിലേരി ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നു. ആത്മാക്കളുടെ മോക്ഷഭൂമിയായ തിരുനെല്ലി ക്ഷേത്രവും അന്തരീക്ഷവും ഭക്തരുടെയും സന്ദർശകരുടെയും പുണ്യഭൂമി കൂടിയാണ്.